ഇറാനെതിരെ കുർദുകളെ ഉപയോഗിച്ചുകൊണ്ട് കരയാക്രമണം നടത്താൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടുന്നു എന്നതാണ് ഇപ്പോൾ ഇറാൻ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ മുന്നറിയിപ്പാണ് കുർദിസ്ഥാൻ ഏരിയയിലുള്ള കുർദുകൾക്ക്, അതായത് അമേരിക്ക ഇസ്രയേലിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ വിഭാഗത്തിന് ഇപ്പോൾ ഇറാന്റെ സൈനിക മേധാവി നൽകിയിരിക്കുന്നത്. ഇറാന്റെ കമാൻഡർ പറയുന്നത് അങ്ങനെ ഒരു നീക്കം, അതായത് ഇറാന്റെ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം കുർദിസ്ഥാനിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പ്രതികരിക്കുക മാത്രമായിരിക്കുകയല്ല ചെയ്യുക, സെക്യൂരിറ്റി ബഫർ സോൺ ഞങ്ങൾ അവിടെ ഇറാഖിനുള്ളിൽ കിലോമീറ്ററുകളോളം അപ്പുറത്തേക്ക് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുർദുകൾക്ക് നേരെ ഇറാഖിന്റെ ഉള്ളിൽ കയറി ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ ഒരു ബഫർ സോൺ സ്ഥാപിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ ബോർഡർ കടന്നുകൊണ്ട് മറ്റൊരു സൈന്യത്തിന് നിലയുറപ്പിക്കാൻ കഴിയില്ല നിയമപരമായി. എന്നാൽ അത്തരം ഒരു നിയമപ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. സെക്യൂരിറ്റിയുടെ ഭാഗമായി തൊട്ടപ്പുറത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് കുർദുകളെ സാവധാനം ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു കാര്യമായിട്ടായിരിക്കും ഇറാൻ ഇതിനെ കാണുക. യഥാർത്ഥത്തിൽ ഗസയിലും അതുപോലെ തന്നെ ലെബനാനിലും ഒക്കെ ഇടയ്ക്ക് ബഫർ സോൺ സ്ഥാപിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് പിന്നീട് അവിടെ ഇസ്രയേൽ അധിനിവേശം നടത്തുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ ഇത് കുർദുകൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. അങ്ങനെ ഒരു ബഫർ സോൺ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുർദിസ്ഥാനെ പൂർണ്ണമായും ഇറാൻ വിഴുങ്ങിക്കളയും, നിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും എന്നതാണ് കുർദുകൾക്ക് ഇറാൻ ഇപ്പോൾ നൽകുന്ന വ്യക്തമായ ഈ സന്ദേശം. എന്തായിരുന്നാലും ഒരു കരയുദ്ധത്തിന്റെ സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ചില രീതിയിലുള്ള അതിർത്തിയിൽ ചില ആക്രമണങ്ങൾ ചെറുതായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാലും ഇറാൻ ഇപ്പോൾ അതിശക്തമായ ഒരു സേനയെ തന്നെ കുർദിസ്ഥാന്റെ ഭാഗത്ത് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്.